ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രണ്ട് അടാറ് സാധനങ്ങളുടെ അൺബോക്സിംഗ് ആണ് നമ്മൾ കാണുന്നത്. ചെറിയൊരു പെട്ടെന്നുള്ള അൺബോക്സിംഗ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റൊന്നുമല്ല, ഐഫോൺ 15 Pro ആണ്. ഇപ്പോൾ ഇന്നലെ തൊട്ട് ഡെലിവറി തുടങ്ങിയ, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഐഫോൺ 15 Proയുടെ വൈറ്റ് കളറിലുള്ള വേരിയൻ്റ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഫിസിക്കലി നോക്കുമ്പോൾ നമുക്ക് മറ്റു സീരീസുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് കഴിഞ്ഞ സീരീസുമായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും, വെയ്റ്റും ഒരു ക്വാളിറ്റിയും കുറച്ച് മാറിയതായ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി തോന്നി. ചിലപ്പോൾ പുതിയതിൻ്റെ ആയതും വെയിറ്റ് കയ്യിൽ വെച്ചിട്ട് ഒരു വെയിറ്റ് തോന്നുന്നേ ഇല്ല. ഇതിൻ്റെ എക്സാക്ട് വെയിറ്റ് എനിക്ക് എക്സാക്ട്ലി നോക്കണം. പക്ഷേ മൊത്തത്തിൽ ഒരു ക്വാളിറ്റിയും ആ ഒരു ക്യാമറ നമുക്കറിയാം ഐഫോണിൻ്റെ എന്നും അൺകമ്പയറബിൾ ആണ്. ഇതും വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മറ്റെന്തിനേക്കാളും നല്ലൊരു ക്യാമറ. പിന്നെ റിഫ്രഷ് റേറ്റ് ആണ്, സ്ക്രീനിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു പ്രസൻസ് ആണെങ്കിലും ഒക്കെ, നമ്മുടെ ഈ ഡൈനാമിക് ഐലൻഡ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇതിലും എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജറാണ്. നമുക്കറിയാം C ടൈപ്പ് ചാർജറാണ് ഇപ്പം ലഭിക്കുന്നത്. അതായത് നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ്റെ നിയമപ്രകാരം അവസാനം മുട്ടുമുടക്കി C ടൈപ്പ് ചാർജർ ഐഫോണുകൾ ഇറക്കിയത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം തന്നെയാണ്. അതും ചാർജറിലും നോർമൽ നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫോണിനെക്കാട്ടിലും നല്ലൊരു ക്വാളിറ്റി ചാർജർ തന്നെയാണ് ഇതിൽ തരുന്നത്. നമ്മൾ ആൻഡ്രോയിഡുമായിട്ടും ചാർജർ ഉപയോഗിച്ചും ചാർജ് ചെയ്യാൻ നോക്കി, നല്ല ചാർജ് ആവുന്നുണ്ട്. എങ്കിലും ഐഫോണിൻ്റെ ചാർജറിനെ പ്രിഫർ ചെയ്യുന്നു. ഇത് നമ്മളിപ്പം കാണുന്നതാണ് ആപ്പിൾ വാച്ച് അൾട്ര 2 പറയുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോണിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാച്ച് തന്നെയാണ്. നല്ല ക്വാളിറ്റിയിലാണെങ്കിലും ഈ പ്രാവശ്യത്തെ ഫീച്ചേഴ്സിലാണെങ്കിലും എനിക്കൊന്ന് ഡെവലപ്മെൻറ്റ് ടീം കൂടുതലും പ്രിഫർ ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചത് ഫോണിനേക്കാളും ഉപരി വാച്ചിന് തന്നെയാണ്. നമ്മൾ വാച്ച് നല്ലൊരു എക്സാക്ട്ലി ഒരു പ്രീമിയം വാച്ച് കിട്ടും. നല്ല കയ്യിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫീലുണ്ട്, ക്ലാസി ലുക്കുണ്ട്. ബാൻഡ്സിനെ നോക്കിയാൽ തന്നെ നമുക്ക് പല വെറൈറ്റി കളേഴ്സും ഒരു പ്രീമിയം സ്പോട്ടി ആ ഒരു ഡിഫറെൻറ്റ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഇപ്പം എന്താ വാച്ച് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. വാച്ചിൻ്റെ ഒക്കെ ഒരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അത്ര നൈസ്, ഒരു നല്ലൊരു ഫിനിഷിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഫോണിനേക്കാൾ ഉപരി ഈ പ്രാവശ്യം എനിക്ക് എന്തുകൊണ്ടും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് വാച്ച് തന്നെയാണ്. ഒരു ഫോൺ ഓണാകുന്നത് പോലെ തന്നെ ഒരു ഫോണെന്ന് തന്നെ പറയാം. കയ്യിൽ കെട്ടുന്ന ഒരു ഫോൺ നമുക്ക് ആപ്പിൾ വാച്ചിൽ കിട്ടുന്നു. ഇപ്പോൾ രണ്ടിൻ്റെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ ആ ക്വാളിറ്റി വ്യത്യാസം, ആ ഒരു പ്രീമിയം ഫീല് നമുക്കറിയാം. വില എന്ന് പറയുന്നത് ഐഫോണിൻ്റെ എപ്പോഴും വളരെയധികം കൂടുതൽ തന്നെയാണ്. അത് ഞാനും വില ഭയങ്കര കൂടുതലാണ്, ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും, പക്ഷേ ക്വാളിറ്റിയും ഇതിൻ്റെ ലുക്കിലാണെങ്കിലും ഇതിൻ്റെ സെക്യൂരിറ്റീസിലാണെങ്കിലും ക്യാമറ ക്വാളിറ്റിയിലാണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ഐഫോൺ അതിൻ്റേതായ മെച്ചം നമുക്ക് നൽകുന്നുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ചെറിയൊരു പെട്ടെന്നുള്ളൊരു അൺബോക്സിങ് വീഡിയോ. ഇതിന് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്